സീതാദേവി ലങ്കയിലേക്ക് ആരാ തട്ടിക്കൊണ്ടുപോയത്? രാവണൻ കൊണ്ടുപോയി. അപ്പൊ രാവണനെ അന്വേഷിച്ച് രാമനും കൂടെയുള്ള കൂട്ടാളികളാരായിരുന്നു? ലക്ഷ്മണനും പിന്നെ ഹനുമാനും വാനരപ്പട മൊത്തം അല്ലേ. ഇപ്പൊ വന്ന് നിൽക്കണത് സമുദ്രത്തിന്റെ തീരത്താണ്. ഇവിടെ വന്ന് നിൽക്കുക. ഈ സമുദ്രം ഇവിടെ കിടക്കണം, അന്ന് കപ്പലുണ്ട ചാടി കിടക്കണം അല്ലെങ്കിൽ നീന്തി കിടക്കണം. ആര് ചാടി? എത്ര ദൂരമുണ്ട് സമുദ്രം? 100 യോജന വിസ്തീർണമുള്ള സമുദ്രം ചാടിക്കിടക്കണം. അപ്പൊ ഹനുമാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, താടിക്ക് കഴിഞ്ഞിരിക്കണം. അപ്പൊ ഒരാള് വന്ന് പറയുന്നുണ്ട്, മകനെ ഹനുമാനെ, നീ പണ്ട് കുഞ്ഞായിരുന്നപ്പോ, അവന് 2 വയസ്സുള്ളപ്പോ അകലെ സൂര്യബിംബം കണ്ട ഒരു പഴാന്നങ്ങ് തോന്നിയിട്ട് 500 യോജന ചാടിയ കുട്ടിയാ നീ. ഇന്നോ ഇത്രയും വളർന്നു. ഈ 100 യോജന എന്ന് പറയുന്നത് എനിക്ക് എത്ര നിഷ്പ്രയാസമായിട്ട് സാധിക്കുന്ന ഒരൊറ്റ ചോദ്യം ജാമ്പവാൻ ചോദിച്ചുള്ളൂ. പിന്നെ ഹനുമാൻ അവിടെ സടകുടന്നുകൊണ്ട് എണീറ്റ് ചാടി ഒറ്റ പറക്കല. ഇടയ്ക്ക് ചാടി ലങ്കയിലേക്ക് ചാടി. കാര്യം സാധിച്ചു. എന്താ കാര്യം സാധിച്ചത്? സീതയുടെ അടുത്ത് ചെന്ന് വിഷമിക്കണ്ട, അത് പോയത് മെസ്സഞ്ചറായിരുന്നു അല്ലേ, രാമന്റെ മോതിരൊക്കെ കൊടുത്തു പോകുന്നു അല്ലേ. രാമകാര്യം സാധ്യമാക്കി. അപ്പൊ ഓർമ്മിപ്പിച്ചതാരാ? ജാമ്പവാൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഹനുമാൻ അത് ഓർമ്മ പോകുന്നത്. ഹനുമാൻ അറിയാത്ത കാര്യമാണ്. അറിയുന്ന കാര്യാല് ശാപം കൊടുക്കുന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പൊ നമ്മൾക്ക് അതുപോലെ എന്തൊക്കെയോ ശാപം കിട്ടി, നമ്മളൊക്കെ മറന്നിരിക്കുക. ഇപ്പോ ഓർമ്മിപ്പിച്ചത് ജാമ്പവാനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഹനുമാനാണോ അതോ ജാമ്പവാനാണോ ശ്രേഷ്ഠതയുള്ളത്? ആരാ മികച്ച ആള്? ജാമ്പവാനാ? അതെങ്ങനെ ശരിയാവും? ഓർമ്മിപ്പിച്ച ആൾക്കാർ ഹനുമാനിൽ എത്ര ശക്തിയും കഴിവുണ്ടായിരുന്നത് ഇത് ഓർമ്മിപ്പിക്കുക മാത്രമേ ജാമ്പവാൻ ചെയ്തുള്ളൂ. ആ ജാമ്പവാന്റെ റോൾ എനിക്ക് കൂടി മനസ്സിലായില്ല. എനിക്കൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ അറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മയ്ക്കേണ്ട എത്തിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഭാരതീയരാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഹനുമാൻ സമുദ്രലംഘനം നടത്തി രാമകാര്യം സാധിച്ചു. ഇതുപോലൊരു സന്ദർഭത്തിൽ ഹനുമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്നത്? ഒരു പിക്ചർ മനസ്സിലില്ല. അറിയാം പിക്ചർ ആരോട് ഹനുമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഹനുമാൻ ഇങ്ങനെ മലയും പിടിച്ചിങ്ങനെ പറക്കണ ഒരു പടം അല്ലേ? അതല്ലേ ഹനുമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്? മല പറിച്ചു കൊണ്ടുവരും നിസ്സാരപ്പെട്ട പണിയാണോ? അല്ല, അതിന് ആദ്യം എന്ത് വേണം? ശക്തി വേണം അല്ലേ? അത്ര ശക്തി, പവർ ഉള്ള ആളായിരുന്നു. അത് വെറും പവറല്ല, സൂപ്പർ നാച്ചുറൽ പവർ എന്ന് വെച്ചാൽ എന്താ? അതിമാനുഷികമായ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഹനുമാൻ. ഏതിലൊക്കെ അതിമാനുഷികത്വം ഉണ്ടായിരുന്നു? ഏതിലൊക്കെ? പറക്കാൻ, സ്പീഡിലോടാൻ, ചാടാൻ, വലുതാവാൻ, അഷ്ടസിദ്ധികൾ എന്ന് പറയും. 8 തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ പവർ ഹനുമാൻ ഉണ്ടായിരുന്നു. അതേതൊക്കെയാ അറിയുമോ? രാമായണം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വായിച്ചാൽ നമുക്കത് കിട്ടും. അണിമ, മഹിമ, ഗരിമ, ലഘിമ, വസിത്വം, ഇഷിത്വം, പ്രകാശം, ഇങ്ങനെ 8 സിദ്ധികൾ ഉണ്ടായിരുന്നു. അണിമ എന്ന് പറഞ്ഞാൽ എന്താ? അണിമ എന്ന് പറഞ്ഞാൽ വലുതാവാൻ, ഇഷ്ടം പോലെ ശരീരം വലുതാക്കാം. അല്ലാതെ ഇത്രയും വലിയ മല പൊക്കി കൊണ്ടുവരാൻ പറ്റുമോ? നമ്മളെന്താ പടത്തിൽ കാണുന്ന ഹനുമാൻ വലുതാണ്, മല ഇത്തിരി പോന്നാലായിരിക്കും ചെറിയൊരു കയ്യിൽ പിടിച്ചിടണം. അപ്പം അത് അത്രയും വലിയ മല കയ്യിൽ പിടിക്കണമെങ്കിൽ കയ്യിന് അത്രയും വലിപ്പം വേണ്ടേ? വലിയ ശരീരമായിട്ടാണ് അങ്ങനെ ഒരു കഴിവ് വലുതാകാൻ. ആരുടെ പോലെ? വാമനന്റെ പോലെ. നമ്മൾ കേട്ടിട്ടില്ലേ വാമനെ കുറിച്ച്? വാമനന്റെ കഥ അറിയാലോ. മഹാബലിയുടെ തലയിൽ കാല് വെച്ചപ്പോൾ ആളങ്ങോട്ട് വലുതായതിനു ശേഷമാണ് അല്ലേ? എത്രത്തോളം വലുതായി? അങ്ങ് സ്വർലോകം വരെ വലുതായി എന്നാ പറയണത്. അങ്ങനെ വലുതാകാൻ, സ്വർഗലോകം വരെ, സ്വർലോകം വലുതാകാനുള്ള കഴിവ് വാമനനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മനസ്സ് അത്രത്തോളം ഉയർത്തണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരണം. മനസ്സ് വലുതാകണം, ചെറുതാകരുത്, സങ്കുചിതാകരുത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹിമ എന്ന് പറഞ്ഞാലോ ലഘുത്വം, ചെറുതാകരുത്. ഏറ്റവും ചെറുത് ഏത് സന്ദർഭത്തിൽ ഓർമ്മയുണ്ട്? രാമായണത്തിലൊരു ഭാഗം. ഏത് ഭാഗത്ത് ഏറ്റവും ചെറുതാവുന്നത്? ലങ്കയിലേക്ക് കടക്കാൻ നേരത്ത് ലങ്കാലക്ഷ്മി കാവലുണ്ട്.
ലങ്കാലക്ഷ്മിയുടെ കണ്ണ് വെട്ടിച്ച് ആർക്കും പോകാൻ പറ്റില്ല. അപ്പം എന്തോരായി? ഒരു കുഞ്ഞു ഉറുമ്പോളും വരലോളായി. എന്നിട്ടും ലങ്കാലക്ഷ്മി കണ്ടുല്ലേ. പിന്നെ എവിടെ ചെറുതായത്? സമുദ്രത്തിൽ കൂടെ അങ്ങനെ ചാടുന്ന സമയത്ത് സുരസ നാഗമാതാവ് വായ തുറക്കുന്നുണ്ട് അല്ലേ. എൻ്റെ വായിൽ കൂടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ എന്ത് പണിയാ ചെയ്തേ? വളരെ അങ്ങനെ ചെറുതായിട്ട് വായിക്കൂടെ, അങ്ങയുടെ വായിക്കൂടെ അല്ലേ ഞാൻ കടന്നു ചോദിച്ച് തൊഴുതു നിന്നു. വാക് സാമർത്ഥ്യം കാണിച്ചു അല്ലേ. വിഴുങ്ങാൻ വന്നാളെ എന്താക്കി നമ്മളിപ്പോൾ നാടൻ ഭാഷ, നമ്മുടെ ഭാഷ ഉണ്ടല്ലോ അതിന് ശശിയാക്കി അല്ലേ നമ്മൾ പറയാ. ശശിയാക്കി അല്ലേ. അങ്ങനെ വായിക്കോടെ പുറത്തേക്ക് എത്തി. സൂത്രശാലിയായിരുന്നു അല്ലേ. നല്ല സാമർത്ഥ്യം, വാക് സാമർത്ഥ്യം, വാക്ചാതുരി ഉണ്ടായിരുന്നു ഹനുമാൻ. പിന്നെ ഹനുമാന്റെ ശ്രേഷ്ഠത പറയുന്ന ഭാഗം ഏതൊക്കെ രാമായണത്തിലുള്ള ചർച്ചയാണ്. ഏത് ഭാഗമുണ്ട്? കഥകളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലേ. വാലുമ്പ തീ കൊളുത്തിയതാരാ? ഹനുമാന്റെ വാലുമ്പ ഒരാൾ രാവണൻ തീ കൊളുത്തിയപ്പോ എന്താ ചെയ്തത്? അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ലങ്ക മുഴുവൻ ധരിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായി. അത് നിസ്സാരപ്പെട്ട ധൈര്യം. എന്താ കാരണം? ലങ്ക ഭരിക്കുന്ന ആരാ? രാവണൻ നിസ്സാരക്കാരനാ. രാവണൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വെക്കുന്ന രൂപം എന്താ? 10 തല. ശരിക്കും രാവണന് 10 തല ഉണ്ടോ? പിന്നെന്തല്ല 10 തലയ്ക്കുള്ള ബുദ്ധി സാമർഥ്യം ഉണ്ട്. 64 കലകളിലും കലകൾ 64 ഉണ്ടെന്ന് പറയാം. അതിലൊക്കെ പ്രാവീണ്യം നേടിയ ആളായിരുന്നു രാവണൻ. അങ്ങനെയുള്ള രാവണന്റെ കോട്ടയ്ക്കുള്ളിൽ കടന്ന് അവിടെ തീ കത്തിക്കണമെങ്കിൽ മകനെ വധിച്ചു അല്ലേ. ആരാ? അക്ഷകുമാരനെ. നിസ്സാരപ്പെട്ട ധൈര്യമാണോ? ശക്തി, ധൈര്യം, മനോധൈര്യം. ഇനി ഏറ്റവും അവസാനത്തില് യുദ്ധത്തിന്റെ ഭാഗത്ത് യുദ്ധമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് ഒരു പണി ഒപ്പിച്ചു. എന്താ ചെയ്തത്? മേഘത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഏതസ്ത്രം പ്രയോഗിച്ചത്? ബ്രഹ്മാസ്ത്രമാണോ ഫസ്റ്റ് ഉപയോഗിച്ച്? നാഗാസ്ത്രം പ്രയോഗിച്ച്. എന്താ നാഗാസ്ത്രം? നാഗം എന്ന് വെച്ചാൽ വിഷമുണ്ട് അല്ലേ. വിഷപ്പൊടി ഉണ്ടാക്കിയത് നമ്മൾ പറയാം ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ. നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ എല്ലാവരും എതിർ പാർട്ടിയിലുള്ളവരൊക്കെ ബോധം കെട്ട് വീണു, മരിച്ചു വീണു അല്ലേ. ചിലരൊക്കെ പകുതി ബോധത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാന് മാത്രം ബാധിച്ചില്ല. അതെന്താണ്? ചിരഞ്ജീവിയാണ് ഹനുമാന്. ഒരു വിഷബാധയും ഏൽക്കില്ല. കാരണം അദ്ദേഹം ഒരു യോഗിയായിരുന്നു. യോഗിയാണ് നമുക്ക് പിന്നെ. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, പകുതി ജീവനായിട്ട് കിടക്കുന്ന ജാമ്പവാൻ വിഭീഷണനോട് പറഞ്ഞു, ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ സങ്കടം വേണ്ട. അതെന്താ ഹനുമാൻ പിന്നെ സങ്കടം വേണ്ട? ഹനുമാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്തെങ്കിലും വഴി ഹനുമാൻ കാണും. കാരണം അവൻ ആത്മധൈര്യമുള്ളവനാണ്. ഏതവസ്ഥയിലും ധൈര്യത്തോടെ, ഭയമില്ലാതെ ഏതവസ്ഥയിലും എന്തും ചെയ്യാൻ അവനറിയാം. അപ്പോൾ ആരെ? വീരനാണവൻ, വീരപുരുഷനാണവൻ. ആരെ വീരൻ? ആരെ വീരന്മാര്? ധൈര്യമുള്ളവർ. ഓക്കെ, എന്താണ് വീരത? എന്തും ചെയ്യാന്നുള്ളത് മാത്രമല്ല, ശരിയായ കാര്യം വേണ്ട പോലെ വേണ്ട നേരത്ത് ചെയ്യാനുള്ള ഭയലേശമെന്നെ ഭയമില്ലാതെ ചെയ്യാനുള്ള കഴിവാണ് വീരത. അപ്പോൾ നമ്മളൊക്കെ വീരന്മാരാണോ? വീരാരാധന നടത്തിയിരുന്ന സമ്പ്രദായമുള്ള സംസ്കാരമായിരുന്നു നമ്മുടെ ഭാരതം. ഒക്കെ വീരന്മാരാവേണ്ടവരാണ്. അപ്പോൾ ചെയ്യുന്നുണ്ടോ? എന്താ കാരണം? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ആക്സിഡൻറ്റ് കണ്ടു. എന്താ ചെയ്യുക? രക്ഷിക്കാമെന്ന് വിചാരിക്കുമോ? നമുക്ക് ധീരത്വത്തിൽ വേറൊരു പശുത്വം എന്ന് പറയും. ഒരു കൂട്ടത്തിലുള്ള പശു, 50 പശുക്കളുടെ ഒരു പശുവിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ മറ്റുള്ളവരൊന്നും ആക്രമിക്കില്ല. പശുക്കൾ ഓടിപ്പോവും, ഭയന്ന് ഓടിപ്പോവും. ആ അവസ്ഥയിലപ്പോൾ നമ്മൾ ഭാരതീയർ. അപ്പം നമ്മൾ ആരായിരിക്കണം? വീരന്മാരായിരിക്കണം. ആരെ പോലെ? ഹനുമാനെ പോലെ. അങ്ങനെ ജാമ്പവാനാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പറഞ്ഞ മരുന്നുകൾ കൊണ്ടുവന്നാൽ. ഏതൊക്കെയാ മരുന്നുകൾ? 4 ഉണ്ട്. ഏതൊക്കെയാ ഓർമ്മയുണ്ടോ? മൃഗസഞ്ജീവനി, സുവർണകരണി. വലിയവർക്കറിയാം, പറഞ്ഞു കൊടുക്കൂ. ഓർമ്മയില്ല?
സുവർണകരണി, സന്താനകരണി, മൃതസഞ്ജീവനി, ഇങ്ങനെയുള്ള ഈ മരുന്നുകൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഹനുമാന് പക്ഷെ ഇത്തിരി മറവിയുണ്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കിയപ്പോൾ മുഴുവനൊന്നും ഓർമ്മയില്ല. അപ്പം എന്ത് കാട്ടി? മാലടക്കം പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും ജീവിപ്പിച്ചു. ഹനുമാനില്ലായിരുന്നെങ്കിലോ രാമൻ വിജയിക്കുമായിരുന്നില്ല അല്ലേ? പിന്നെ ഹനുമാന്റെ ശ്രേഷ്ഠത തെളിയിക്കുന്ന വേറൊരു ഭാഗമുണ്ട്. സീതാന്വേഷണത്തിന് ശ്രീരാമനും ലക്ഷ്മണനും കൂടെ വരുമ്പോൾ സുഗ്രീവന്റെ മന്ത്രിമാരിൽ പ്രധാനിയായിരുന്നു ഹനുമാൻ. ഹനുമാൻ എന്താ ചെയ്യണേ? സന്ധി സംഭാഷണം നടത്തുന്നുണ്ട് അല്ലേ? നമ്മുടെ അവിടെയൊക്കെ എന്തെങ്കിലും തർക്കം ഉണ്ടാവുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാവാറുണ്ട് അല്ലേ? യുദ്ധം വരാതെ അവരെ തമ്മിൽ സന്ധി ചെയ്യിപ്പിക്കാറുണ്ട് അല്ലേ? ഫ്രണ്ട്സ് ആക്കുമല്ലോ, കുറെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അല്ലേ? അങ്ങനെയല്ലേ? ഇന്നമാരി ചെയ്യണം. അങ്ങനെ സന്ധി സംഭാഷണം നടത്താൻ വാക്ചാതുര്യമുള്ളവനായിരുന്നു ഹനുമാൻ. അങ്ങനെ സുഗ്രീവനും രാമനുമായി ഒരു സന്ധി സംഭാഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചേ? സീതയെ കണ്ടെത്താൻ പറ്റി. കൂട്ടുകൂടാൻ മാത്രമല്ല ആർക്കൊക്കെ ഗുണമുണ്ടായി? സ്വന്തം രാജാവിന്, മന്ത്രിയല്ലേ, രാജാവിന് ഗുണമുള്ള ഒരു കാര്യമാണ് ഹനുമാൻ ചെയ്തത്. ഒരേ സമയം ഒരു വെടിക്ക് രണ്ട് പക്ഷി ഉണ്ടാക്കി അല്ലേ? അതാണ് ഹനുമാൻ ചെയ്തത്. അപ്പൊ ഹനുമാനെ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ബുദ്ധിർബലം യശോധൈര്യം, അറിയോ അത്? നിർഭയത്വം അരോഗത, അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഹനുമാനെ ഓർത്താൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുന്ന പറയണം. എങ്ങനെ ഓർക്കണം? മനസ്സുകൊണ്ട് എങ്ങനെ ഓർക്കണം? ഭക്തിയോടെ, ശ്രദ്ധയോടെ. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തി എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? ആദ്യം തന്നെ ഉടനെ നമുക്ക് ക്ഷേത്രം ഓർമ്മ വരും. ക്ഷേത്രത്തിൽ നമുക്ക് ഇങ്ങനെ കൈമുക്കി നിൽക്കുന്ന ഓർമ്മ വരും അല്ലേ? ഭക്തി എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ. ഭക്തി എന്ന് പറഞ്ഞ സംസ്കൃതം വാക്കിന് ശ്രദ്ധ എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധയോടെ പഠിച്ചാൽ എന്തുണ്ടാ? പഠിച്ചതൊക്കെ ഇങ്ങനെ മെമ്മറിയിലുണ്ടാവും. അപ്പം എന്തുണ്ട്? ശ്രദ്ധയോടെ നമ്മളെങ്ങനെ ഇരിക്കുക? മൂവി കാണാൻ എങ്ങനെ ഇരിക്കുക നമ്മൾ? അതൊരു ഹൊറർ മൂവി ആണെങ്കിലോ പിന്നെ നടു വളയൂല്ല അല്ലേ? സ്റ്റഡി ആയിട്ട് അങ്ങനെ മുന്നാക്കാൻ അങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കും. അങ്ങനെ ശ്രദ്ധയോടെ ഭക്തിയോടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 100ൽ 100 മാർക്ക് അല്ലേ? പിന്നെ ഹനുമാൻ ധർമ്മനിഷ്ഠനായിരുന്നു. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ? സത്യം മാത്രം പറഞ്ഞ ധർമ്മമാണോ? നല്ല കാര്യം ചെയ്ത ധർമ്മമാണോ? പഴയ ആൾക്കാർക്ക് പറയും ധർമ്മക്കാരെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ധർമ്മക്കാരെന്ന്? പുതിയ തലമുറ കേൾക്കാൻ വഴിയില്ല. ഇന്നാരാ പറഞ്ഞ വീട്ടിലേക്ക്? പിച്ചക്കാരാണ്. ധർമ്മക്കാരാണ് ഇപ്പൊ പിച്ചക്കാരനാ വരുന്നല്ലേ? അത് ധർമ്മക്കാരനും പിച്ചക്കാരനും തമ്മിലുള്ള വ്യത്യാസം. ധർമ്മക്കാരൻ വരുന്നത് ഗൃഹസ്ഥാശ്രമികളായ കുടുംബജീവിതം നയിക്കുന്നവരോട് ധർമ്മം പാലിക്കാൻ ഓർമ്മിപ്പിക്കാൻ വരുന്ന ആളാണ്. അവർ അവധൂതന്മാരായിരുന്നു. മഹർഷിമാരും സന്യാസിമാരൊക്കെയാണ് അന്ന് ധർമ്മം ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു വന്നിരുന്നത്. ഇന്ന് വരുന്നവരോ അവർക്ക് നമ്മൾ 1 രൂപ കൊടുത്താൽ അവര് മുഖത്തേക്ക് വലിച്ചു തന്നിട്ടില്ലേ? ധർമ്മക്കാർക്ക് എന്ത് കൊടുത്താലും അവർ സ്വീകരിക്കും. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം. അത്രയ്ക്ക് അറിവുള്ളവരായിരുന്നു അവർ. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മം ഓർമ്മിപ്പിക്കാമെന്ന ധർമ്മം എന്ന് വെച്ചാൽ കടമാണ് അർത്ഥമുള്ളൂ. ഇത്ര അർത്ഥമുള്ളൂ. അപ്പൊ ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മം എന്താ? പഠിക്കുക മാത്രം മതിയോ? കളിക്കുക. പിന്നെ നല്ല സ്വഭാവം. ഏറ്റവും പ്രധാനം എന്താ? മാർക്ക് സ്കോർ ചെയ്യുക. എന്തിനാ പഠിക്കണേ? എന്തിനാ സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മാർക്ക്, അറിവുണ്ടാവാൻ, ഒപ്പം അറിവ് നമുക്ക് ഉണ്ടോയെന്ന് മറ്റുള്ളവർക്ക് തോന്നാം അല്ലേ? മാർക്ക് ഇടുമ്പോൾ ഇങ്ങനെ 0 മുട്ടൊക്കെ ഇങ്ങനെ ടീച്ചർമാർ വരച്ച് വെച്ചാൽ എന്താ? നമുക്ക് അറിവില്ല എന്ന് വിചാരിക്കും. സർട്ടിഫിക്കറ്റിലും ഉണ്ടാവും 0 അല്ലേ? അപ്പം അറിവുണ്ടാവാനും മാർക്ക് സ്കോർ ചെയ്യാനാണ് നമ്മൾ പഠിക്കണത്, സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ കടമ. നിങ്ങൾ വിദ്യാർത്ഥി മാത്രമാണോ? ഒരു മകനല്ലേ? ഒരു മകളല്ലേ? അപ്പം പുത്രധർമ്മല്ലേ? പുത്രന്മാർക്കൊരു കടമയില്ലേ? പുത്രികൾക്ക് ഒരു കടമയില്ലേ? എന്താണ് ആ കടമ? അച്ഛനോടും അമ്മയോടും എന്ത് കടമയാണ് നിങ്ങൾക്കുള്ളത്? മാതാപിതാക്കളെ ബഹുമാനിക്കണം. പിന്നെ അവര് തല്ലണം, അവര് നോക്കണം. അവർക്ക് നമ്മൾ സ്കൂളിൽ വിട്ടൊക്കെ വന്നിട്ട് അച്ഛൻ്റെ അമ്മയും നല്ലോണം ഇങ്ങനെ നോക്കണം അല്ലേ? അങ്ങനെയാണോ?
അല്ല, നമ്മൾ അവരുടെ വയസ്സുകാലത്ത് ശുശ്രൂഷിക്കണം. ചെറുപ്പകാലത്ത് അവർ നമ്മളെ ശുശ്രൂഷിച്ച പോലെ വയസ്സുകാലത്ത് നമ്മൾ അവരെ തിരിച്ച് ശുശ്രൂഷിക്കണം, നോക്കണം. ഇല്ലെങ്കിൽ അവരെ നമ്മൾ സാധാരണ ഇപ്പം എവിടെ കൊണ്ടാക്കണം? നമ്മളൊരു പുതിയ സ്ഥലമൊക്കെ പണിത് ഇങ്ങനെ കൊണ്ടാക്കൂലേ? വൃദ്ധസദനത്തിൽ നമ്മൾ കൊണ്ടാക്കാൻ പാടുമോ? അപ്പം നമ്മുടെ കടമ പൂർത്തീകരിക്കപ്പെടുമോ? അപ്പം പുത്രധർമ്മം പുത്രിധർമ്മം നമ്മൾ പാലിക്കണം. പിന്നെ എന്തൊരു കടമയുള്ളൂ നമുക്ക്? വേറൊരു ധർമ്മം കൂടി ഉണ്ട്. അച്ഛനമ്മയും സന്തോഷം, അതൊരു കടമ. അച്ഛൻ്റെ അമ്മയുടെയും കാര്യം കഴിഞ്ഞു. വിദ്യാർത്ഥി ധർമ്മം നോക്കണം, പുത്രധർമ്മം നോക്കണം. പിന്നെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലേ? സമൂഹത്തിനോടൊരു ധർമ്മമില്ലേ? ഇല്ലേ? എന്താ സമൂഹത്തോടുള്ള ധർമ്മം? സമൂഹത്തിൽ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം അല്ലേ? എന്തെങ്കിലും ഒരു ചാരിറ്റി എന്ത് ചെയ്യും നമ്മൾ സമൂഹത്തിൽ? എന്ത് വിദ്യാർത്ഥികളായ നിങ്ങളൊരു സമൂഹത്തിനോട് എങ്ങനെ ധർമ്മം കാണിക്കുക? കടമ കുറഞ്ഞ പക്ഷം എതിരെ വരുന്നവരെ നോക്കി പുഞ്ചിരിക്കാല്ലേ? അതൊരു കടമയില്ലേ നമ്മുടെ? അവരെ കാണുമ്പോൾ ദേഷ്യത്തിൽ നോക്കാതെ ഒന്ന് പുഞ്ചിരിക്കുക, അതൊരു കടമ, സമൂഹധർമ്മത്തിൽ പെട്ടതാ. പറ്റുന്ന സഹായം നമ്മുടെ പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ച് സാധിക്കുന്ന ഒരു ഹെൽപ്പ് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാം, അതൊരു സമൂഹധർമ്മത്തിൽ പെട്ടതാണ്. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്നത്, നേരത്തെ പറഞ്ഞു, ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഭാരതം. നമുക്ക് ഭാരതം എന്ന് പറയാം. കാരണം ബാസിൽ എനിക്ക് ഇത്ര മനോഹരമായ പേരുള്ളപ്പോൾ ആരോ വിളിച്ച, നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് നല്ലൊരു പേരിട്ടിട്ടില്ലേ? ആ പേര് വിളിക്കെന്താണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ നാട്ടുകാരൊക്കെ ഒരു പേരിട്ടുണ്ടാവും ചിലർക്ക്, തല്ലുള്ളി അല്ലേ, കള്ളൻ, ഇങ്ങനെ കുറേ പേരുകളൊക്കെ ഇട്ടുണ്ടാവും. ഏതാ നമുക്കിഷ്ടം? നമ്മുടെ സ്വന്തം അച്ഛനമ്മയിട്ട മനോഹരമായ നിരഞ്ജനോ അല്ലേ, കുറേ നല്ല നല്ല പേരുകളൊക്കെ ഇട്ടുണ്ടാവും. ആ പേരുകൾ വിളിക്കണം കേൾക്കുമ്പോൾ നമുക്കൊരു ഇമ്പം. നമ്മുടെ ഭാരതത്തിന് അങ്ങനെ തന്നെയാണ് കേട്ടോ. അതാണ് പേരൊക്കെ മാറ്റാൻ പോണത്. അറിഞ്ഞില്ലേ നമ്മുടെ നാടിൻ്റെ പേര് മാറ്റാൻ പോയത്? പഴയ പേരിലേക്ക് റിട്ടേൺ വരാൻ പോണത്. അപ്പോൾ ഭാരതം എന്ന പേരിൽ അറിയപ്പെടുമ്പോഴാണ് ഭാരതത്തിന് ഇഷ്ടം, നമ്മുടെ നാടിനിഷ്ടം. ആ ഭാരതത്തിൽ നമ്മൾ ഏത് പറഞ്ഞപ്പോഴത് പറഞ്ഞേ? ഏത് കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്? ശ്രദ്ധിച്ചിരിക്കണ്ടോന്ന് അറിയണ്ടേ? ഓർമ്മയില്ല? അടുത്ത ധർമ്മം രാഷ്ട്രത്തോടുള്ള ധർമ്മം. നമ്മുടെ രാജ്യത്തോടൊരു ധർമ്മം ഉണ്ടല്ലേ നമുക്ക്? അതെന്ത് ധർമ്മമാണ് നമുക്കുള്ള കടമ? എന്ത് കടമയാണ് നമുക്ക് നമ്മുടെ നാടിനോട്? നാടിനെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം? എങ്ങനെ? വെരി ഗുഡ്. മാലിന്യങ്ങൾ, ചപ്പ് ചവറുകൾ തോന്നിയ സ്ഥലത്തിടാതെ നമ്മുടെ സ്വന്തം വീട്ടിലെങ്ങനെയാണ്? നമ്മൾ അവിടെ ഇവിടേക്ക് ഇടുമോ? ഒരു വേസ്റ്റ് ബിൻ വെച്ചുണ്ടാവും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീട് വൃത്തിയാക്കില്ലേ നമ്മൾ? അപ്പം നമ്മുടെ രാജ്യത്തെ വൃത്തിയാക്കേണ്ട ചുമതല ആയിരിക്കാം നമുക്ക്. രാഷ്ട്രധർമ്മം, പൗരധർമ്മം. നമ്മൾ ആ രാജ്യത്തിൻ്റെ പൗരനാണ്. ഭാരതം എന്ന രാജ്യത്തിൻ്റെ പൗരനായതുകൊണ്ട് നമ്മൾ രാഷ്ട്രധർമ്മം വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ രാഷ്ട്രത്തിലുള്ള മറ്റു പൗരന്മാരോടൊരു ധർമ്മം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ധർമ്മം. നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല രാത്രി ഇറങ്ങി നടക്കാൻ. അതെന്താ? എന്താണ്? സ്ത്രീകൾക്ക് പേടിയായിട്ടാണോ? അല്ലേ? പേടിയില്ലേ? 12 മണിക്ക് ഇറങ്ങി നടക്കാൻ യക്ഷിയോ ഭൂതമൊക്കെ വരുന്നതാണോ അവർ പേടിക്കണേ? അല്ല, മനുഷ്യരെ തന്നെ പേടി. അപ്പം ആരെയാ? അതേ രാഷ്ട്രത്തിലുള്ള വേറൊരാളെ, വേറൊരു വ്യക്തിയല്ലേ ഭയപ്പെടുന്നത്? അപ്പം നമ്മൾ ഹനുമാനെ ഓർക്കണം. ഹനുമാൻ എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ടാണ് കരുതിയിരുന്നത്. എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഗുരുവാരാ? ആദ്യ ഗുരുവാരാ? അമ്മ. അമ്മ അമ്മയാണ് ആദ്യത്തെ ഗുരു. അമ്മ എവിടെ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്? വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴും നമ്മളെ പഠിപ്പിക്കണം. അമ്മയുടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ആരുടെ പോലെ? പ്രഹ്ലാദൻ്റെ കഥ കേട്ടുണ്ടോ? ആരാ പ്രഹ്ലാദൻ? അറിയാല്ലേ? നരസിംഹം അവതാരം അല്ലേ? പ്രഹ്ലാദൻ എന്താ? അസുരന്മാരാരെങ്കിലും നാരായണനെ ഇഷ്ടപ്പെടുമോ? എന്തുകൊണ്ടാ? നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ യുദ്ധത്തിൽ, ദേവാസുര യുദ്ധത്തിന് പോയപ്പോൾ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? കുറച്ച് നാൾ ഹിരണ്യകശിപു എന്ത് ചെയ്തു? കുറച്ച് നാൾ ഇവിടെ നിൽക്കട്ടെ. നാരദൻ എല്ലാവർക്കും സർവ്വസമ്മതനാണ്. സർവ്വസമ്മതനായതുകൊണ്ട് അസുരന്മാർക്കും ഇഷ്ടമാണ്, ദേവന്മാർക്കും ഇഷ്ടമാണ്, ലോകത്തിലുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. അത് കാരണം അവിടെ കൊണ്ടാക്കി. അവിടെ എന്താ ഇപ്പോഴും 24 hours കേൾക്കുന്ന മന്ത്രം എന്താ? നാരായണ കൊണ്ടിട്ടല്ലേ നമ്മൾ വീട്ടിൽ അമ്പലത്തിലൊക്കെ വെച്ച് കിടക്കുന്നത് നാരായണ കേട്ട് കേട്ട് കുട്ടി അത് പഠിച്ചു. അങ്ങനെയാണ് നാരായണ ഭക്തന്മാർ. അപ്പം അമ്മ യഥാർത്ഥത്തിൽ ആദ്യ ഗുരുവാണ്. വയറ്റിൽ മുള പൊട്ടുന്ന സമയം തൊട്ട് അമ്മ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് അമ്മ ആദ്യ ഗുരുവായത്. ഹനുമാൻ എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ടാണ് കണ്ടിരുന്നത്. അതെങ്ങനെ മനസ്സിലായത്?
സീതയെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അത് രാമന്റെ ഭാര്യ ആയതുകൊണ്ടാന്ന് വിചാരിക്കാം. ശത്രുവായ രാവണന്റെ ഭാര്യ ആരാ? മണ്ഡോദരി. മണ്ഡോദരിയെ വിളിക്കുന്നത് അമ്മേന്നാണ്. അതെപ്പോഴാ? യുദ്ധമൊക്കെ കഴിഞ്ഞ് രാവണൻ മരിച്ചു കിടക്കുന്നത് കാണാൻ വരികയാണ് മണ്ഡോദരി. വന്നപ്പോൾ ഹനുമാൻ അവിടെ ഉണ്ട്. കാല് മാത്രം കണ്ടുള്ളൂ കേട്ടോ. പാദം കണ്ട ഉടനെ അമ്മയെ മണ്ഡോദരി എന്നാ വിളിച്ചത്. മണ്ഡോദരിക്ക് അതിശയായി. ഇതെന്തെൻ്റെ പാദം കണ്ടപ്പോഴേക്കും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി. അതെങ്ങനെയാ? പണ്ട് രാവണൻ യുദ്ധം ജയിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന തപസ്സയുടെ ഹോമം നടത്തുന്നത് അവിടെ ഇരുന്ന് നികുംഭിലിരുന്ന് അല്ലേ, കൃത്യം ആരാധിക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിൽ മുടക്കം വന്നാൽ മാത്രമേ നാളെ യുദ്ധവിജയം ഉണ്ടാവുള്ളൂ എന്ന് രാമൻ ആരാ പറഞ്ഞു കൊടുക്കുന്നത്? വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ. വിഭീഷണൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പുക കണ്ടപ്പോൾ ഹോമത്തിൻ്റെ വേഗം ആക്രമിക്കാനായിട്ട് രാവണനെ മാറ്റണം, അവിടെ അതിന് തടസ്സപ്പെടുത്തണം. വാനരന്മാരെല്ലാം പിച്ചലും മാന്തലും തല പിച്ചി പറിച്ചിട്ട് രാവണനൊക്കെയില്ല. രാവണൻ ദൃഢനിശ്ചയമുള്ളവനാണ്. രാവണനെ കണ്ട് നമ്മൾ കുറേ പഠിക്കാറുണ്ട്. പക്ഷേ ഒരൊറ്റ കുറവുണ്ടായി രാവണൻ. എന്തായിരുന്നു? അഹങ്കാരം. ഞാനെന്ന ഭാവം കൊണ്ടാണ് രാവണൻ നശിച്ചത്. അപ്പം ആ രാവണനെ എതിർക്കാൻ നോക്കിയിട്ടും ആളെ എണീപ്പിക്കാൻ സാധിച്ചില്ല. അപ്പം എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ഭാര്യ ഉപദ്രവിക്കാം. അപ്പം പിന്നെ രാവണൻ തോന്നി എന്ന് വിചാരിച്ച് മണ്ഡോദരിയുടെ കൈ പിടിച്ച് വലിക്കുന്നതിന് മുമ്പ് ഹനുമാൻ പറയുന്നുണ്ട്, അമ്മയെ എന്നോട് കൊടുത്താണ് എന്ന് പറഞ്ഞ് തൃക്കാൽ തൊട്ട് വന്നിച്ചിട്ട കാല് തൊട്ട് വന്നിച്ചിട്ടാണ് രാവണനെ എണീപ്പിക്കാൻ വേണ്ടി കൈ പിടിച്ച് വലിക്കുന്നത്. അപ്പോഴാണ് രാവണൻ എണീക്കുന്നത്. അതും മണ്ഡോദരി വഴക്ക് പറയുമ്പോൾ അന്ന് കണ്ടതാ ആ കാര്യം. ഇപ്പം കണ്ടപ്പോൾ രാവണൻ്റെ അടുത്ത് വന്നപ്പോൾ മരിച്ചു കിടക്കുന്ന കാണാൻ വന്നപ്പോൾ ഹനുമാന് മനസ്സിലായ ആ പാദം കണ്ടപ്പോൾ. പാദത്തിലേക്കാണ് സ്ത്രീകളുടെ നോക്കിയിരുന്നത്. അത്രയും എല്ലാവരെയും അമ്മയായിട്ടാണ് ഹനുമാൻ കണ്ടിരുന്നത്. അപ്പം നമ്മൾ ആരെപ്പോലെ ആവണം അക്കാര്യത്തിൽ? ഓരോ ആൺകുട്ടികളും ഓരോ പുരുഷന്മാരും ഹനുമാനെ പോലെ സ്വന്തം ഭാര്യ ഒഴികെ എല്ലാവരും അമ്മയായി കണ്ടാലോ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ രാജ്യം അല്ലേ? അപ്പം നാളത്തെ ഹനുമാന്മാരായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ തെരുവിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ട ആരായിട്ട് കാണണം? അമ്മയായിട്ട് കാണണം അല്ലേ? സ്വന്തം അമ്മയാണ് അല്ലേ? അതുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കും, ഉപദ്രവിക്കുമോ? ഇല്ല. ഇതെന്നും തലയിലുണ്ടാവണം. ഇതൊക്കെ ഇത്തരം ധർമ്മങ്ങൾ, കടമകൾ നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ രാമായണം ഓരോ വർഷവും വായിക്കുന്നത്. രാമായണത്തിലെ കഥകൾ കേട്ട് നിങ്ങൾക്ക് അതിനെ വിമർശിക്കാൻ തോന്നിയിട്ടുണ്ടെന്നെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് തോന്നാതിരിക്കില്ല. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക്. എനിക്കും തോന്നിയിരുന്നു നിങ്ങളുടെ പ്രായത്തിൽ. ആ പ്രായത്തിലേക്ക് പോകുമ്പോൾ എനിക്കും തോന്നാറുണ്ട്. തോന്നിയിട്ടില്ലേ? ഏത് ഭാഗത്താണ് തോന്നിക്കുന്നത്? അങ്ങനെ തോന്നിയെങ്കിൽ ബുദ്ധിയുള്ളവരാണ്. ബുദ്ധിയുള്ളവർക്ക് ആ തോന്നലുണ്ടാവുള്ളൂ. എന്താ കാരണം? ഇപ്പോൾ ഉള്ളവർക്ക് ബുദ്ധി കൂടുതലാണ്. പണ്ട് 40-30 വർഷം മുമ്പ് ജനിച്ചിരുന്ന പഴയ തലമുറയിലെ ആളുകളേക്കാൾ ഇന്ന് ജനിക്കണ കുഞ്ഞിന് ജനിച്ചു വീഴുമ്പോൾ തന്നെ അന്നത്തെ 12 വയസ്സിൻ്റെ ബുദ്ധി ഉണ്ടെന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിശാലികളാണ്. ബുദ്ധിയുള്ളതുകൊണ്ടാണ് നിങ്ങൾ സംശയം ചോദിക്കണത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഗർഭിണിയായ സീതയെ കാട്ടിൽ പറഞ്ഞയച്ചത് രാമനാണ്. രാമൻ എങ്ങനെ ആദർശ പുരുഷനാണ്? ഹനുമാന്റെ കാലല്ലെങ്കിൽ നമുക്ക് ചോദിക്കാതെ വയ്യ. ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചിലർ ചോദിക്കും. നിങ്ങൾക്ക് തോന്നാറുണ്ടോ അത് എപ്പോഴെങ്കിലും? തോന്നിയിട്ടില്ല? തോന്നിയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് ആദ്യം തോന്നും. ഞാനന്ന് പെൺകുട്ടിയായിരുന്നേ, അതുകൊണ്ട് എനിക്കും തോന്നി. അതിൻ്റെ ഉത്തരം എപ്പോഴാണ് കിട്ടിയത്? അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഋഷിമാർ അറിവ് നമ്മളിലേക്ക് എത്തിച്ചത് കഥാരൂപത്തിലാണ്. കഥയായിട്ടല്ല. രാമായണം കഥയല്ലേ? പിന്നെ മഹാഭാരതം കഥയിൽ ഇങ്ങനെ കഥകളായിപ്പോൾ നമ്മൾ എളുപ്പം പഠിക്കാൻ പറ്റും. ഏതുപോലെയാണെന്നൊരു കഥ ഞാൻ പറയാം. കഥ കേൾക്കാൻ ഇഷ്ടമാണ്? കണ്ട ഏത് പ്രായത്തിലും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കഥ കേൾക്കാൻ. 90 വയസ്സുള്ള മുത്തശ്ശിയോട് ചോദിച്ചാൽ കഥ പറയട്ടെ എന്ന് വെച്ചാൽ എന്നേ പറയുള്ളൂ, വേണ്ടെന്ന് പറയില്ല. ഇഷ്ടമായിരിക്കും. അങ്ങനെ കെമിസ്ട്രി ക്ലാസ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? വേഗം പറഞ്ഞു, സത്യസന്ധമായിട്ട് പറഞ്ഞു. ബോറടിപ്പൻ ക്ലാസ്. ഇതിൽ പരം ബോറടി വേറെ ഉണ്ടോ അല്ലേ? പക്ഷെ അധ്യാപിക ക്ലാസ് എടുക്കാണ്ട് പറ്റുമോ? നിങ്ങളെ പഠിപ്പിക്കാണ്ട് പറ്റുമോ? അപ്പോൾ അധ്യാപിക എന്ത് ചെയ്തു? കുറച്ച് നേരം ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയും പിന്നെ എന്തായി ഉറക്കം തോന്നി അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? അധ്യാപിക ഒരു സൂത്രം പ്രയോഗിച്ച് മിടുക്കിയായിരുന്നു. ഇന്നൊരു കഥയായാലോ? കുട്ടികളൊക്കെ നട്ടില്ലെന്ന് ഓർത്തിരുന്നു. അപ്പം ഒരു കഥയാണ് പറഞ്ഞു. പണ്ട് ഹരികൃഷ്ണനും ഹരിദാസെന്നും പേരുള്ള 2 സഹോദരങ്ങളുണ്ടായി. ഇവർ ഭിക്ഷാം ദേഹിയായിട്ട് അങ്ങനെ കാടിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു പെൺകുട്ടി യുവതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നിരാലംബയാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലവളായൊരു അമ്മയുണ്ട്, എന്തെങ്കിലും സൊല്യൂഷൻ അമ്മ കാണിച്ചു തരും എന്നും പറഞ്ഞ് കുട്ടിയെ കൊണ്ടുവരികയാണ്.
അപ്പം അമ്മയോട് പറഞ്ഞു, ഇന്ന് അമ്മേ ഒരു വിശിഷ്ടമായ സാധനമാണ് കിട്ടിയത്. ഒട്ടനെ അമ്മ പറഞ്ഞു പങ്കിട്ടെടുത്തു. ആരാ എന്താണെന്നൊന്നും ചോദിച്ചില്ല. അമ്മ അടുക്കളയിലായിരുന്നു. ചോദ്യാകലായിരുന്നു മുറ്റത്തുനിന്ന്. അമ്മ പറഞ്ഞ വാക്ക് തെറ്റിക്കോ? ഒന്നും തെറ്റിക്കില്ല. ഇന്ന് നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അമ്മ പറഞ്ഞ അതേപടി ചെയ്യൂലേ? അല്ലേ? അങ്ങനെ പങ്കിട്ടെടുത്തോളാൻ പറഞ്ഞപ്പോൾ നിർത്തിയില്ല. ഇവര് രണ്ടുപേരും കൂടെ, ഹരികൃഷ്ണനും ഹരിദാസും കൂടെ ഓമനാന്ന് പേരിൽ ആ യുവതിയെ വിവാഹം കഴിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായി, ആർദ്രാനും പേരും. അപ്പോൾ ടീച്ചർ ഇത്രയും പറഞ്ഞു നിർത്തി. കഥയൊക്കെ രസമായി. ഹരിദാസും ഹരികൃഷ്ണനും 2 ഓ ഓമന പ്ലസ് ഓ ഈക്വൽസ് എന്താ H2O എന്താ സാധനം? വാട്ടർ. വലിയൊരു ഈക്വേഷനല്ലേ അവിടെ പഠിപ്പിച്ചേ. സൂത്രവാക്യം അവിടെ സിമ്പിളായിട്ട് ടീച്ചർ പഠിപ്പിച്ചു. കുട്ടികൾക്കൊക്കെ മനസ്സിലായി. എക്സാം ഹാളിൽ കഥ കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈക്വേഷൻ എഴുതി വയ്ക്കുമോ? ഈ സ്റ്റോറി എഴുതി വയ്ക്കുമോ? ഈക്വേഷൻ ബുദ്ധിയുള്ളവരൊക്കെ ഈക്വേഷൻ എഴുതും. അല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്തു? പറ്റില്ല. ഒരു സ്ത്രീ അവർ പീഡിപ്പിച്ചു, ചാനൽ ചർച്ചയായി, നാട് മുഴുവൻ 2ആയിട്ട് സ്പ്ലിറ്റായി എന്ന് പറഞ്ഞ പോലെ രാമായണം കഥ പോലുള്ള കഥകൾ, വലിയ വലിയ തത്വങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാവാക്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തത്വമസി എന്നൊക്കെയുള്ള വലിയ വലിയ വാക്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി കഥയെ കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ തലത്തിലുള്ളവർ, ഭൗതിക തലത്തിലുള്ളവർ കഥയാണ് ചർച്ചയിൽ വിഷയം. ബുദ്ധിയുള്ള ആൾക്കാർ, രണ്ടാമത്തെ തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു? എക്സാമിന് എഴുതി മാർക്ക് സ്കോർ ചെയ്തു. എന്ന പോലെ ഈ വിജ്ഞാനം നമ്മൾക്ക് എത്താൻ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇങ്ങനെയുള്ള ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാ? ധർമ്മം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ? അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്പത്ത്. അർത്ഥം പര്യായം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവൂലേ? അർത്ഥം പര്യായം സമ്പത്ത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ സമ്പത്ത് നമ്മൾ ശരിയായ ധർമ്മമാർഗത്തിലൂടെ ശരിയായ കടമകൾ ചെയ്ത്, നമ്മുടെ കടമ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ അർത്ഥം സമ്പാദിച്ച്, ധനം സമ്പാദിച്ച്, കാമം എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹം. കുറേ ആഗ്രഹം ഉണ്ടാവൂലേ? എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം ബെൻസ് കാർ വാങ്ങണം, 2 നില വീട് പണിയണം, അല്ലേ? അംബാനിയെ പോലെ ആവണം. ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? ചെറിയ ചെറിയ ആഗ്രഹം ഉണ്ടാവും, വലിയ വലിയ ആഗ്രഹം ഉണ്ടാവും, അല്ലേ? അതാണ് കാമം, നമ്മുടെ ആഗ്രഹം. ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റണം, അത് നല്ല ആഗ്രഹമല്ലേ? ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യും? മോക്ഷത്തിലേക്ക് പോകും നമ്മൾ. എന്താ മോക്ഷം? മരിക്കും. ഇങ്ങനെ തന്നെ എല്ലാവരും പറയണം. മരിച്ചതിന് ശേഷം കിട്ടുന്ന എന്തോ ഒന്നാണ് മോക്ഷം. അല്ല, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ആണ് മോക്ഷം. മോക്ഷം എന്ന് വെച്ചാൽ മോചനം നേർത്തുള്ളൂ. ശാപമോക്ഷം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ശാപത്തിൽ നിന്ന് മോചനം. ആ മോചനം എന്തിൽ നിന്നുള്ള മോചനം വേണ്ടേ? അറിവില്ലായ്മയിൽ നിന്നുള്ള മോചനം. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയിൽ ഒന്നും അറിയാത്ത അവസ്ഥ, അല്ലേ? അങ്ങനെ ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്തുന്നതാണ് മോക്ഷം. ഒപ്പം നമുക്ക് സ്വാതന്ത്ര്യം എന്നും പറയാം, ലിബറേഷൻ, സ്വാതന്ത്ര്യം. ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നമുക്ക് പുരാണങ്ങളിൽ കൂടെ, നേരത്തെ പറഞ്ഞ പോലെ കഥയെ കൂടെ നമുക്ക് പറഞ്ഞു തന്നത്. 3 വയസ്സുള്ള കുട്ടിയോട് 3 വയസ്സുള്ള കുട്ടി വന്ന് അച്ഛനോട് വന്ന് ചോദിച്ചു, അച്ഛാ ഇങ്ങനെ മഴ പെയ്യണേ, കർക്കിടക മാസത്തിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു, അച്ഛാ ഇവിടെ എങ്ങനെയാണ് മഴ പെയ്യണത്? കുട്ടിക്ക് അറിവുണ്ട്, അവന് ആഗ്രഹം ഉണ്ടായെന്ന് കരുതി അച്ഛൻ എന്ത് ചെയ്തു? പുസ്തകം അവിടെ അടച്ച് വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പുസ്തകം അവിടെ അടച്ചു വെച്ച് മോനോട് പറഞ്ഞു കൊടുത്തു, മോനെ, മഴയുണ്ടാകുന്നത് ആകാശത്തുള്ള സൂര്യൻ കത്തിജ്വലിച്ച ആ ചൂടിൽ കടലിലെ വെള്ളമെല്ലാം ആവിയായി മുകളിലേക്ക് പൊങ്ങി മേഘമായി മാറി, മേഘം ഘനീഭവിച്ച് മഴയായി വീണു. കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. കുട്ടിയുടെ കണ്ണ് രണ്ടതേ ഒന്നും മനസ്സിലായില്ല. വേഗം ഓടി. ആരടുത്തേക്ക് ഓടിണ്ടാവും? അമ്മയുടെ അടുത്തേക്കാണ്, അറിയാലേ? അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോൾ അമ്മയോട് ചോദിച്ചു. അമ്മ ഒരൊറ്റ മറുപടി സിമ്പിളായിട്ട് പണിത്തിരക്കിൽ അമ്മയെ പറഞ്ഞു കൊടുത്തു, മോനെ, ആകാശത്ത് ഒരു വെളുത്ത ആനയുണ്ട്, ഇന്ദ്രൻ്റെ ഐരാവതം. കേട്ടിട്ടില്ലേ? കഥയൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമ്മേ, അത് തുമ്പിക്കൈ ഒറ്റ നീട്ടില്ല, കടലിലെ വെള്ളം അങ്ങനെ ഉണ്ട്, വലിച്ചെടുത്തു മാനത്ത്. കുട്ടിക്ക് സന്തോഷമായി. മഴ പെയ്ത സൂത്രം ഇത്രയേ ഉള്ളൂ. ഇതിന് അച്ഛൻ ഒന്നും അറിഞ്ഞൂടാ. എൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയും. അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടിയാണേ. ടീച്ചറോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, അവന് സന്തോഷമായി. ഇതുപോലെ ഓരോരുത്തരുടെ തലത്തിനനുസരിച്ച്, മാനസിക തലം അനുസരിച്ച് കഥ പറഞ്ഞു കൊടുത്താൽ അത്രയും നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഹനുമാനിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഹനുമാന് അഷ്ടസിദ്ധികളുണ്ടെന്ന് പറഞ്ഞു.
ശരീരം ചെറുതാക്കാനും വലുതാക്കാനുള്ള കഴിവ് മാത്രമല്ല, പ്രകൃതിയെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഇഷിത്വം എന്ന് പറയുന്നത് എങ്ങനെയാ? മഴ പെയ്യിക്കണം തോന്നിയാൽ അവിടെ മഴ പെയ്യിക്കാം, നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യണ്ടാക്കാം. എങ്ങനെയാ? ചൈനയിലൊക്കെ എങ്ങനെയാണ് ചെയ്യണേ? ഇതൊക്കെ കെമിക്കലിട്ട് മഴ പെയ്യിക്കണമെന്ന് കേട്ടില്ല നമ്മൾ ന്യൂസിലൊക്കെ. ഇതൊന്നും വേണ്ട, മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മതി. മഴ എന്താ രസം! ആ കഴിവ് ഹനുമാനുണ്ടായിരുന്നു. പ്രകൃതിയെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, പ്രകൃതി ശക്തികളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്. ഇത് കഷ്ടസിദ്ധികൾ പെട്ടതാ, സൂപ്പർ നാച്ചുറൽ. നമുക്കും അക്വർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയോ അത് ആർക്ക് പറ്റും? യോഗികൾക്ക് പറ്റും. ആരാ യോഗി? നേരത്തെ പറഞ്ഞേക്ക് തിരിച്ചു വരും. ആരാണ് യോഗി? ഋഷി. യോഗി എന്ന് പറഞ്ഞാൽ പ്രാണനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള ആള്. എന്താ പ്രാണൻ? നമുക്കൊക്കെ പ്രാണനുണ്ട് അല്ലേ? പ്രാണൻ ഏത് രൂപത്തിലാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്? ശ്വാസത്തിൻ്റെ രൂപത്തിൽ അല്ലേ? പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസമാണ്. ആ ശ്വാസം നിന്നാലോ പ്രാണൻ പോയി എന്ന് പറയും. ഇങ്ങനെ 10 പ്രാണൻ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ പ്രാണനെ ശ്വസനക്രിയയിലൂടെ ആയാമം ചെയ്ത് നമ്മൾ ഫിസിക്കൽ എക്സർസൈസ് ചെയ്യൂലേ, ഇതുപോലെ ഇന്നർ വേൾഡിൽ ആത്മാവിന് എക്സർസൈസ് കൊടുക്കും ശ്വാസത്തിലൂടെ പ്രത്യേക രീതിയിൽ. അങ്ങനെ കഠിന സാധനയിലൂടെ ഒരു യോഗി ജീവിക്കുന്നത്. അതുകൊണ്ട് ആൾക്ക് എന്തുണ്ടാവില്ല? ദേഷ്യം ഉണ്ടാവില്ല. ചെന്നൊരു അടി കൊടുത്താലോ തിരിച്ചെളുപ്പം കിട്ടിയെന്ന് വരും. ആൾക്ക് തോന്നണം. നല്ല കായബലം ഉണ്ടാവും. ഹനുമാനെ ഓർത്താൽ മതി, അതുപോലെ ഉണ്ടാവും. അതാണ് യോഗി. അങ്ങനെയുള്ളൊരു യോഗിയായിരുന്നു ഹനുമാൻ. അപ്പം ഈ പറഞ്ഞ ധർമ്മം കടമ പാലിക്കുന്നവരായിരുന്നു. പിന്നെ മന്ത്രിയുടെ കടമ ശരിയായി ചെയ്തു അല്ലേ? മാത്രമല്ല രാജാവിന് തെറ്റ് സംഭവിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുഗ്രീവനോട് എപ്പോഴാണ് തെറ്റ് ചെയ്തു സുഗ്രീവൻ? അതെന്താ ചൂണ്ടിക്കാണിച്ചത്? എപ്പോഴാ? കഥ ഓർമ്മ വരുന്നുണ്ടോ? കിഷ്കിന്ധാകാണ്ഡത്തില് രാജ്യമൊക്കെ കിട്ടി, ബാല്യവധമൊക്കെ കഴിഞ്ഞ് രാജ്യത്ത് സിംഹാസനത്തിലിരുന്നപ്പോൾ ഇത്ര സമയം കഴിഞ്ഞാൽ സീതയെ അന്വേഷിച്ചു പോവാം, മഴക്കാലം കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു അല്ലേ? പക്ഷേ സുഗ്രീവൻ അത് മറന്നിട്ടില്ല. സുഖലോലുപത വന്നപ്പോൾ വാക്കൊന്ന് മറന്നുപോയി. അപ്പോൾ അത് ആരെ ഓർമ്മിപ്പിക്കണത്? ഹനുമാൻ. ലക്ഷ്മണനാണ്, പക്ഷെ ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാലം കഴിയുന്നു, രാമനോട് കൊടുത്ത വാക്ക് ലംഘിക്കാൻ പാടില്ല, വാക്ക് ഒരിക്കലും തെറ്റിക്കരുത്, വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കടമ ശരിയായി ചെയ്യുന്നു ഹനുമാൻ. പിന്നെയോ? പിന്നെ ഏത് സന്ദർഭം? ഏറ്റവും അവസാനത്തിൽ പട്ടാഭിഷേകം കഴിഞ്ഞപ്പോൾ അല്ലേ? തിരിച്ചു വന്ന് പട്ടാഭിഷേകം കഴിഞ്ഞപ്പോൾ സീതാദേവിക്ക് മനോഹരമായ രത്നമാല, വിലപിടിപ്പുള്ള രത്നമാല ശ്രീരാമൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് കൊടുത്തോളൂ. ആർക്കാ കൊടുത്തത്? ഹനുമാനാണ് കൊടുത്തത്. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഹനുമാനായിരുന്നു. അതെന്താ കാരണം? ഹനുമാനൊരു കഴിവുണ്ടായിരുന്നു. ആൾ നല്ലൊരു ഹീറോ ആയിരുന്നു, നല്ലൊരു ട്രെയിനറായിരുന്നു, നല്ലൊരു കൗൺസിലറായിരുന്നു. മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ളൊരു കഴിവ്, മുന്നിലിരിക്കുന്ന വ്യക്തി എനിക്ക് അനുകൂലമാക്കി മാറ്റും, അങ്ങനത്തെ ഒരു കഴിവ് ഹനുമാനുണ്ടായിരുന്നു. നമുക്ക് വേണ്ടേ അത്? ആ കഴിവുണ്ടാവണമെങ്കിൽ എന്താ വേണ്ടേ? ഹനുമാനുള്ള ഇത്തരം ഗുണങ്ങൾ: ആത്മധൈര്യം, ഭയമില്ലായ്മ. ഭയം ഉണ്ടായി നടക്കും. അത് മുഖത്ത് നോക്കി ശരിയായി സംസാരിക്കാൻ അറിയണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്കുണ്ട്, 100% മാർക്കുണ്ട്. ഇൻ്റർവ്യൂ സെഷനിൽ ചെന്നിരുന്ന എങ്ങനെയാണ് മുട്ടുകൂട്ടിരിക്കും. എന്താ കാരണം? ഒരു 5-6 പേര് ഇങ്ങനെ ഇൻ്റർവ്യൂ പാനലിൽ നിരന്നിരിക്കുക. ഈ 5-6 പേരെ കണ്ടപ്പോൾ പിന്നെ നെഞ്ചിടിപ്പായി, വിറയലായി. അതിന് പറഞ്ഞൊരു പേരുണ്ട്, സോഷ്യൽ ഫോബിയ. കേട്ടല്ലോ? കുറേ ആൾക്കാരെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നെഞ്ചിടിപ്പ്, വിറയൽ, സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഭയം, ഉള്ളിലുള്ള ഭയമുള്ളത് കൊണ്ടാണ് ഒരാൾക്കത് സാധിക്കാത്തത്. ഹനുമാൻ നിർഭയനായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഹനുമാൻ എങ്ങനെ കിട്ടി? യോഗ്യയായി മാറിയത് എങ്ങനെയാണ്? ശ്രീരാമനുള്ള ഭക്തി അല്ലേ? അതല്ലേ കാരണം? ശ്രീരാമനിലുള്ള ഭക്തിയാണ് ഹനുമാന് ഇത്തരം ഗുണഗണങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ശ്രീരാമനിൽ എങ്ങനെ ഭക്തി ഉണ്ടാവുക? എന്താ ഭക്തി? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ശ്രദ്ധ. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഹനുമാൻ എന്താ ശ്രീരാമൻ്റെ അടിമയാണോ? ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. ഒരിക്കലും അല്ല, ഭക്തി കൊണ്ടാണ്. സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ? ഒരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കില്ലേ? പക്ഷെ ശരിയായത് പറയണം അല്ലേ? ഇവിടെ രാമൻ ശരിയായത് പറഞ്ഞിട്ടുള്ളൂ, ഹനുമാനത് അനുസരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ
മുതിർന്നവരെ ബഹുമാനിച്ചാൽ, ശ്രീരാമനിൽ ഭക്തി ഉണ്ടായാൽ, സൈക്കോളജിയിൽ അത് തന്നെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഭക്തി, ആധ്യാത്മികമായ ശ്രദ്ധ, പ്രാക്ടീസ് ഉള്ള ആളുകൾക്ക് ബുദ്ധിക്ക് ഉണർവ് കൂടുതലായിരിക്കും. അവർക്ക് വാക്പടുത്തമുണ്ടാവും, ബുദ്ധി വൈഭവം ഉണ്ടാവും, പിന്നെ ഭയരാഹിത്യം ഉണ്ടാവും, പിന്നെ ശരീരം മനസ്സ് ശരിയായ എന്തുണ്ടാവും? ശാരീരികമായ അസുഖങ്ങൾ വരുമോ? സാധ്യത കുറവല്ലേ. പിന്നെ ഈ പറഞ്ഞ കടമ ചെയ്യുന്നവർക്ക് മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം ഉണ്ടാവും. അപ്പം എല്ലാവരും അവരവരുടെ കടമകൾ ശരിയായിട്ട് ചെയ്യുക, ഹനുമാനെ പോലെ ആവാൻ ശ്രമിക്കുക. ആത്മധൈര്യത്തിൻ്റെ ഉദാത്ത മാതൃക ഹനുമാൻ മാത്രമല്ല, പിന്നെ ആരൊക്കെയാവും? ഭാരതത്തിൽ ജനിച്ച ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം. ശ്രീരാമജയം.